വെനസ്വേലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ആരംഭിച്ചു. റഷ്യയുടെയും വെനസ്വേലയുടെയും ആവശ്യപ്രകാരമാണ് യോഗം. വെനസ്വേലയിലേക്ക് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് UN സെക്യൂരിറ്റി കൗൺസിലിൽ ആവശ്യം. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇരുതരത്തിലാണ് യോഗ നടപടികൾ പുരോഗമിക്കുന്നത്? സുരേഷ്, ഇപ്പോൾ റഷ്യയുടെ പ്രതിനിധി യോഗത്തിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായി ആവശ്യപ്പെടുന്നത് ഉടൻ തന്നെ മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മോചിപ്പിച്ച് തിരിച്ച് നാട്ടിലെത്തിക്കണം. അതുപോലെ തന്നെ ഈ നടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് വെനിസ്വേലയും അതുപോലെ തന്നെ അമേരിക്കയുമായി തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഭാരതത്തിൻ്റെ നിലപാടിന് പോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ നയതന്ത്ര ഇടപെടലിലൂടെയും പരിഹരിക്കണമെന്ന നിലപാടാണ് അറിയിച്ചത്. മാത്രമല്ല, ഒരു പ്രധാന ആവശ്യം UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇപ്പോൾ ഈ ബ്രീഫിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ അയക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ആവശ്യത്തെ റഷ്യ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ഇന്ന് ഏതാണ്ട് 8:30 ഇന്ത്യൻ സമയം 8:30 ആരംഭിക്കുകയും ചെയ്തു. UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൻ്റെ പ്രധാന അജണ്ടകളിൽ ഒന്ന് തന്നെയാണ്. പ്രധാന അജണ്ട ഈ വെനസ്വേലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു എമർജൻസി യോഗമാണ് ചേർന്നത് എന്നതുകൊണ്ട് തന്നെ അടിയന്തരമായ ആ വിഷയത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നീക്കങ്ങൾ തന്നെയാണ് പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിൽ റഷ്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിപ്പോൾ പറയാനാകുന്ന ഏറ്റവും പുതിയ വിവരം. മറ്റൊരു പ്രധാന വിഷയം ഈ വെനിസ്വേലയുടെ ഇടപെടലിൽ, വെനിസ്വേലയിലെ മഡൂറോയുടെ ഇടപെടൽ വലിയ തോതിൽ അഴിമതി വളർത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്വിറ്റ്സർലൻഡിൽ ഉൾപ്പെടെ വലിയ തോതിൽ സ്വത്തുക്കൾ സമ്പാദിക്കാനുള്ള ഒരു സാഹചര്യം മഡൂറോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ സ്വത്തുക്കളെല്ലാം തന്നെ സ്വിസ് ഗവൺമെൻറ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും തെറ്റായ രീതിയിൽ ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ വന്ന വിവരങ്ങൾ അനുസരിച്ച് 172ഓളം അഴിമതി കേസുകൾ, അതായത് $70 മില്യൺ അഴിമതി കേസുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട് എന്നാണ്, അഴിമതി കേസുകളുണ്ട് എന്നാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ പരാമർശമുണ്ടായത്. ആ പരാമർശമുണ്ടായ വിഷയത്തിൻ്റെ അടിസ്ഥാനപരമായ 172 കേസുകളുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കെ ഇത്തരത്തിൽ കേസുകളിൽ ഉൾപ്പെട്ടാണോ ഈ പണം സമ്പാദിച്ച് സ്വിറ്റ്സർലൻഡിൽ എത്തിയിരിക്കുന്നത് എന്ന ഒരു സംശയം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വിറ്റ്സർലൻഡ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ആ നടപടി പ്രകാരം ഇപ്പോൾ മരവിപ്പിച്ച തുക ഏതെങ്കിലും അർത്ഥത്തിൽ അത്തരത്തിൽ വെനസ്വേലയിലെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അതെല്ലാം തന്നെ വെനിസ്വേലയ്ക്ക് തിരിച്ചു നൽകാനുള്ള നീക്കം, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ള നീക്കമായിരിക്കും നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത്തരത്തിൽ അമേരിക്കയുടെ നിലപാടുകൾ കൂടി വരുമ്പോൾ ഒരുപക്ഷെ വലിയൊരു അളവോളം ഇത് വീറ്റോ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. എന്നാലും റഷ്യ ശക്തമായ നിലപാടുകൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വരും സമയങ്ങളിൽ, ഏതാണ്ട് ഈ സമയങ്ങളിൽ തന്നെ, മിനിറ്റുകളിലുള്ളിൽ തന്നെ കൃത്യമായൊരു നിലപാട് UN സെക്യൂരിറ്റി കൗൺസിലിൽ നടക്കുന്ന കൃത്യമായ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.